ഫിനാൻസ് കമ്പനി തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അറസ്റ്റിൽ. വടക്കാഞ്ചേരിയിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീപത്മം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് എന്ന സ്ഥാപനത്തിലും തിരുവില്ലാമല ബ്രാഞ്ചിലും ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് കമ്പനി ജോലിക്കാരിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ചും പൊതുജനങ്ങളിൽ നിന്നും ഉയർന്ന പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും ഡെപ്പോസിറ്റായി സ്വീകരിച്ചും പണം തിരികെ നൽകാതെ സ്ഥാപനം അടച്ചുപൂട്ടി കടന്നുകളഞ്ഞ കേസിൽ സ്ഥാപനത്തിന്റെ ചെയർമാൻ ചേർപ്പ് ചൊവ്വൂർ സ്വദേശിനി ഈച്ചരത്ത് വിപിൻ ഭാര്യ സൗമ്യ വിപിൻ എന്നിവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തിൽ ജീവനക്കാരായി പ്രവർത്തിച്ചിരുന്നവരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും 15,87,000 രൂപയും 60 പവൻ സ്വർണവുമാണ് ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നത്. കൂടുതൽ പേരിൽ നിന്നും സ്ഥാപനം പണം സ്വീകരിച്ചിട്ടുള്ളതായി അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. സ്ഥാപനം പൂട്ടി കടന്നുകളഞ്ഞ പ്രതി കേരളത്തിലും കേരളത്തിന് പുറത്തും മാറി മാറി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു. ഇടുക്കി ദേവികുളത്തുള്ള സുഹൃത്തുമായി സൗമ്യ ബന്ധപ്പെട്ടുവെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതുപ്രകാരം വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടുക്കിയിലെത്തിയെങ്കിലും സൗമ്യ അതിനു മുമ്പ് തൃശൂരിലേക്ക് മടങ്ങിയിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം സൗമ്യയെ ചേർപ്പിലുള്ള വീട്ടിൽ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സൗമ്യ നാട്ടിലെത്തി പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. അയൽവാസികൾക്ക് പോലും സംശയം തോന്നാത്ത രീതിയിലാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത്. പ്രതിക്കെതിരെ ചേർപ്പ്, പേരാമംഗലം, നെടുപുഴ എന്നീ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. മുമ്പ് ആസ്പെയർ അഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തി ആളുകളിൽ നിന്നും പണം ഡെപ്പോസിറ്റായി സ്വീകരിച്ച് തിരികെ നൽകാതെ ചതി ചെയ്ത കാര്യത്തിന് വിവിധ സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസുകളുണ്ട്. ഈ കേസുകളിലൊന്നും സൗമ്യയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡിൽ പാർപ്പിച്ചു വരികയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുരളീധരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബാബു, പ്രജീഷ്, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സഗുണൻ, ഷബ്ന എന്നിവരുമുണ്ടായിരുന്നു.